Hello dear students, good morning to you all. We were dealing with the topic Kamala, the short story written by Santosh Echiganam. We discussed many things so far about Kundur Vision, and many people said their own opinion in that particular news forum about the suicidal aspect of Kundur Vision, the suicide board of Kundur Vision, the decision to commit suicide of Kundur Vision, Advocate Fatima Begum. We have many people, Alex Panos, Madhavan Nair. We have many people, and they all said their own opinions on the issue of Kundur Vision. After that, Kundur Vision went to home. He actually took a book named Pedro Paramo. He read that book. He changed some viewpoints in his mind, and he went to hear the result of the polling based on his issue, but no people answered. No people actually responded to that news polling, that particular polling. So now we are in a deal to complete this short story. In this particular video presentation, we will complete the short story. So we discussed for the last class, Kundur Vision is actually ready. He is ready to go to find out Sudhakaran, the man who cheated him. So where we discussed, you can see the last paragraph. His wife felt that Vision had changed completely overnight. The suicide display board stood in an angular fashion under the impact of wind. He sat in right, looked back at the house and said, where we stopped for the last class. Now let's continue. Look at the lines. Don't be worried. I'll be back in time for our death. His wife nodded and closed the door. Vision wandered here and there. Is no search of Sudhakaran. In reality, Sudhakaran was only an imaginary destination meant to shake off the void in front of death. He asked many people about Sudhakaran. All of them were awaiting those others who had cheated them. So, നമ്മൾ എത്തി നിൽക്കുന്നത് കുണ്ടൂർ വിഷൻ സുധാകരനെയും തെരഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ ആത്മഹത്യ ചെയ്യേണ്ട ആ ഒരു സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ദിവസമാകുമ്പോഴേക്കും ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. അദ്ദേഹത്തിൻ്റെ വൈഫ് നോട്ടഡ് തലയൊക്കെ ആട്ടിയിട്ട് വാതിൽ ക്ലോസ് ചെയ്തിട്ട് അകത്തോട്ട് പോകുന്നു. കുണ്ടൂർ വിഷൻ വാണ്ടേഡ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, സുധാകരനെയും അന്വേഷിച്ചിട്ട്. പക്ഷെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഇൻ റിയാലിറ്റി സുധാകരൻ എന്നുള്ളതൊരു ഇമാജിനറി ഡെസ്റ്റിനേഷൻ മാത്രമായിരുന്നു. ആക്ച്വലി സുധാകരനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു അതിയായിട്ടുള്ളൊരു ആഗ്രഹമൊന്നും ആർക്കുണ്ടായിരുന്നില്ല, കുണ്ടൂർ വിഷൻ ഉണ്ടായിരുന്നില്ല. ഹി ജസ്റ്റ് നീഡ് എ സൊല്യൂഷൻ ഫ്രം ദ സഫറിങ്. കുണ്ടൂർ ഒരു സുധാകരൻ എന്നുള്ള ആ ഒരു പോയിന്റ് വെച്ചിട്ട് തൻ്റെ മൈൻഡിനൊന്ന് സമാധാനിപ്പിക്കാനാണ് ആര് ശ്രമിക്കുന്നത്, കുണ്ടൂർ വിഷൻ ഇവിടെ ശ്രമിക്കുന്നത്. സോ മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു വോയിഡ്, ആ ഒരു ഇഷ്യൂസ്, ആ ഒരു ഫ്രസ്ട്രേഷൻ, അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുണ്ടൂർ വിഷനെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഓക്കെ, കുണ്ടൂർ വിഷനെ കണ്ടുമുട്ടിയാൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ട്, മീൻസ് ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഒരു യാത്ര പോകുന്നത്. പക്ഷേ കുണ്ടൂർ വിഷൻ സുധാകരനെ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല. ഓക്കെ, കുണ്ടൂർ വിഷൻ ഒരുപാട് ആളുകളോട് ചോദിക്കുന്നത് സുധാകരനെ കുറിച്ച്, പക്ഷേ അവരൊക്കെ മറ്റുള്ള ആളുകളെ വെയിറ്റ് ചെയ്യാണ്. കുണ്ടൂർ വിഷൻ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ മറ്റുള്ള ഒരുപാട് ആളുകളെ വെയിറ്റ് ചെയ്യാണ്. മീൻസ് അവരെ ചീറ്റ് ചെയ്ത മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരാളോട് പോയി അന്വേഷിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി അയാളെ പറ്റിച്ച് പോയിട്ടുള്ള, അയാളെ ചീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, on the 5th night of the journey, Vishwanathan stood on the national highway trying to wave down some trucks. But the trucks went fast without paying any attention to him. The dust and sweat of the long journey had drawn a muddy line on his shirt collar. Where he stood was a junction. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5ാമത്തെ രാത്രി അദ്ദേഹം ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നാഷണൽ ഹൈവേ ആണ്. ഒരുപാട് ട്രക്കുകൾ അതിൽ പാഞ്ഞു പോകുന്നുണ്ട്. അവയൊക്കെ അദ്ദേഹം കൈ കാട്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരുപാട് യാത്ര ചെയ്ത് കുണ്ടൂർ വിഷൻ്റെ ഷർട്ടിൻ്റെ കോളറിലൊക്കെ എന്തായിട്ടുണ്ട്, പൊടിയും വിയർപ്പൊക്കെ ആയിട്ട് ചളിയൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ലൈൻ, ഒരു വരയൊക്കെ വന്നിട്ടുണ്ട്.
ഓക്കെ, കുണ്ടൂർ വിഷൻ അപ്പോൾ നിൽക്കുന്നത് ഒരു ജംഗ്ഷനിലാണ്. ഓൾദോ ദർ വർ സെവറൽ ബിൽഡിങ്സ് ദർ, ഓൺലി എ തട്ടുകട, എ വൈസൈറ്റ് റെസ്റ്റോറൻറ്റ് വാസ് ഫങ്ഷനിങ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ആ രാത്രിയിൽ ആ ഒരു ജംഗ്ഷനിൽ ആരുമില്ല, ഒരു തട്ടുകട മാത്രം അവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുമാത്രമേ നമുക്കവിടെ കാണാൻ പറ്റുന്നുള്ളൂ. സെവറൽ പീപ്പിൾ വർ സ്റ്റാൻഡിങ് അറൗണ്ട് ഇറ്റ് എക്സെപ്റ്റ് ഫോർ ദ ഗ്രൗളിംഗ് ഓഫ് ദ സ്റ്റോവ് അണ്ടർ ദ സെമോവർ. ആൾ വർ മോർ സൈലന്റ് ദാൻ ദ ഡെഡ്. ഒരുപാട് ആളുകൾ അവിടെ അതിന് ചുറ്റും, ആ തട്ടുകടക്ക് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അവർ ശ്രദ്ധിക്കുന്നത് ആ ഒരു സമോവർ, അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഗ്രൗളിങ്, ആ ഒരു ഇരമ്പൽ, ആ ഒരു തീയിൻ്റെ ഇരമ്പൽ മാത്രമാണ് നമുക്കിപ്പോൾ അവിടെയുള്ള സൗണ്ട്. ബാക്കി അതൊഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ അവിടെ സൈലൻ്റ് ആണ്. ഓക്കെ, കൊമാല എന്നുള്ള മരിച്ചവരുടെ പ്ലേസിലുള്ള സൈലൻ്റ് പോലെ, ആ ഒരു നിശബ്ദത പോലെയാണ് ഈ ഒരു നിശബ്ദത കുണ്ടൂർ വിഷൻ മനസ്സിലാക്കുന്നത്. The plates in their hands were stretching themselves out towards some meat boiling in the oil. അവരുടെ കയ്യിലൊക്കെ പ്ലേറ്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് അവരിങ്ങനെ നീട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു മീറ്റ്, ഇറച്ചി വേവിക്കുന്നുണ്ട്, പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പൊരിച്ചിട്ട് തങ്ങളുടെ പ്ലേറ്റിലിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Vishen thought that the people of Kamala too were more or less like this. It would be Abundio over there devouring a bull's eye. അപ്പോൾ കുണ്ടൂർ വിഷൻ മനസ്സിലാക്കണം, ഇത് ഈ ഒരു കാഴ്ച കണ്ടിട്ട് കുണ്ടൂർ വിഷന് തോന്നിപ്പോവാണ് കൊമാല എന്നുള്ള പ്ലേസിലെ പോലെ തന്നെയാണ് ഇവിടെയും ആളുകൾ. അവർ ആർത്തിയോട് കൂടി ഭക്ഷിക്കുകയാണ്. ഒരു ക്യാരക്ടർ, ആ ഒരു പെഡ്രോ പരാമോ എന്നുള്ള നോവലൊരു ക്യാരക്ടറാണ് അബുൻഡിയോ. ആ ഒരു പെഡ്രോ പരാമോ എന്നുള്ള നോവലിൽ ഡിവോറിങ്, വളരെയധികം ആർത്തിയോട് കൂടി ഒരു ബുൾസ് എയ്, ഒരു ബുള്ളിൻ്റെ എയ് കഴിക്കുന്നുണ്ട്. അതുപോലെയാണ് കുണ്ടൂർ വിഷൻ ഇവർ കഴിക്കുന്നത് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദർ ഡൊണ എഡ്വിഞ്ചേഴ്സ് വൈപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് എ കർച്ചീഫ് ആൻഡ് പേയിങ് ദ ബിൽ. അതുപോലെ ഒരു ആൾ ആ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കർച്ചീഫിൽ ഹാൻഡൊക്കെ തുടച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുണ്ടൂർ വിഷന് തോന്നാണ് പെഡ്രോ പരാമോ എന്നുള്ള നോവലിലെ ഡോണ എഡ്വിഞ്ചേഴ്സ് ആണ് അത് എന്ന് തോന്നാണ്. ഓക്കെ, Vishen was very hungry. Only a few coins would be left in his pocket after paying for the truck ride. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഭയങ്കര വിശപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കോഫി, അദ്ദേഹം ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്യുന്നത്. പുട്ടിങ് സം കോഫി പൗഡർ ഇൻ ഹോട്ട് വാട്ടർ ആൻഡ് stirring it vigorously with a spoon. The vendor handed the glass to Vishen. കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട്, വെൻഡർ മീൻസ് ആ കടക്കാരൻ, അദ്ദേഹം അതിൽ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ചായ കൊടുക്കുകയാണ് കുണ്ടൂർ വിഷനെ. ദ മൊമെൻറ്റ് ഹി പുട്ട് ഹിസ് ലിപ്സ് ടു ദ ഗ്ലാസ് വിഷൻ സാങ് റൗണ്ട് ഹിയറിംഗ് ബ്രേക്സ് ക്രാഷിംഗ് ഡൗൺ ഹെഡ്ലോങ് ഓൺ ദ ഗ്രൗണ്ട്. കുണ്ടൂർ വിഷൻ ജസ്റ്റ് ആ ഒരു ചായ കുടിക്കാൻ അത് തൻ്റെ ഗ്ലാസ് ആ ചുണ്ടിലോട്ട് വെച്ച സമയം ഒരു സൗണ്ട് കേട്ടിട്ട് കുണ്ടൂർ വിഷൻ തിരിഞ്ഞു നോക്കുകയാണ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. കുണ്ടൂർ വിഷൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തോ തകർന്നു വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ദ വീൽ ഓഫ് ദ ക്രഷ്ഡ് മോട്ടോർ ബൈക്ക് റൂട്ടഡ് ഇൻ ദ മഡ് ആൻഡ് ദെൻ ടേൺഡ് സ്റ്റിൽ. ഒരു മോട്ടോർ ബൈക്ക് വന്നിട്ട് ആക്സിഡൻ്റ് ആയിക്കാണ്, ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരിക്കുകയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ വീല് ചളിയിൽ കടന്ന് തിരിഞ്ഞ് അത് നിശബ്ദമായി അത് നിന്നു. Vishen didn't feel much of a shock. In his earlier days, he would have set aside the coffee and hurried to the rescue of the motorist. അപ്പോൾ ഈ സമയത്ത് കുണ്ടൂർ വിഷനെ ഒന്നും ഷോക്കൊന്നും തോന്നുന്നില്ല, അദ്ദേഹത്തെ രക്ഷിക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതത്തിലാണെങ്കിൽ, പണ്ടാണെങ്കിൽ അദ്ദേഹം ഓടിച്ചെന്ന് അദ്ദേഹത്തെ സഹായിച്ചേനെ. അപ്പോൾ നമുക്കറിയാം കുണ്ടൂർ വിഷൻ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോറിങ് അല്ലെങ്കിൽ ആ ഒരു മരവിപ്പ് അവസ്ഥ, ആ അവസ്ഥയിൽ കുണ്ടൂർ വിഷനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആരെയും രക്ഷിക്കാനൊന്നും തോന്നുന്നില്ല. ഓക്കെ, he thought that someone would go pick up the wounded and try to wave down some passing vehicle. He stood slipping his coffee, blowing into it, but from among those who stood there not even a look of support for the misfortune of the accident victim arose. Instead, they dedicated themselves to eating like the dead. കുണ്ടൂർ വിഷൻ ചിന്തിക്കുകയാണ്, ഞാൻ സഹായിച്ചിട്ടില്ലെങ്കിലും മറ്റാരെങ്കിലും അദ്ദേഹത്തെ സഹായിച്ച് ഏതെങ്കിലുമൊക്കെ വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും എന്ന് കരുതി കുണ്ടൂർ വിഷൻ തൻ്റെ ചായ കുടി തുടരുന്നു. പക്ഷേ ആരും, അവിടെ നിൽക്കുന്ന ആരും പോലും ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. എല്ലാവർക്കും അറിയാം അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്, പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുണ്ടൂർ വിഷൻ അത്ഭുതപ്പെടുകയാണ്. മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? അവർ വീണ്ടും ആർത്തിയോടുകൂടി ആ ഒരു പൊരിച്ച ഇറച്ചിയൊക്കെ ഭക്ഷിച്ചിരിക്കുകയാണ്. Is this really Kamala? At the particular time, Kundur Vishen asked a question for himself.
അദ്ദേഹത്തോടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈസ് ദിസ് റിയലി കൊമാല? ഇത് കൊമാലയാണോ? ആം ഐ വാച്ചിങ് എ ഷോർട്ട് ഫിലിം ഓൺ ഡെത്ത്? ഞാനൊരു ഷോർട്ട് ഫിലിം കാണുകയാണോ മരണത്തെക്കുറിച്ച്? വിഷൻ വണ്ടേർഡ്. All these people eating their dinners, have they too, like me, decide to die in the days to come? ഇപ്പോൾ കുണ്ടൂർ വിഷൻ ആലോചിക്കുകയാണ്, ഈ ആളുകളെല്ലാം എന്നെപ്പോലെ മരിക്കാൻ തീരുമാനിച്ചവരാണോ? അതുകൊണ്ടാണ് ഇവർ മൈൻഡ് ചെയ്യാത്തത്? Could the worms of death have finished eating all the leaves with them? മരണം ഒരു പുഴുവായിട്ട്, അല്ലെങ്കിൽ മരണത്തിൻ്റെ പുഴു ഇവരുടെ ആഗ്രഹങ്ങളെയൊക്കെ തിന്ന് കഴിച്ചിട്ടുണ്ടോ? ഇവരുടെ ഇലകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആഗ്രഹത്തെയാണ്. അടുത്ത ലൈനിൽ നമുക്ക് മനസ്സിലാവും. Could each one of them be a tree of worms? ഓക്കെ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ തിന്ന് കഴിച്ചിട്ടുണ്ടോ? അവരെ മരവിപ്പിച്ചിട്ടുണ്ടോ? മീൻസ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവരെ ഡ്രൈ ആക്കിയിട്ടുണ്ടോ എന്ന് വിഷൻ ചിന്തിക്കുകയാണ്. കുഡ് ഈച്ച് വൺ ഓഫ് ദം ബി എ ട്രീ ഓഫ് വേംസ്? ഇവരൊക്കെ ഇങ്ങനെ മരണത്തിൻ്റെ പുഴുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമാണോ? മീൻസ് മരണം ഇവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എ ട്രക്ക് ഡ്രോവ് പാസ്റ്റ് ഇൻ ഗ്രേറ്റ് സ്പീഡ് ആൻഡ് സംതിങ് വാം ടച്ച്ഡ് വിഷൻസ് ഫീറ്റ്. ബ്ലഡ്. ആ സമയത്ത് കുണ്ടൂർ വിഷൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു ട്രക്ക് അതിലെ സ്പീഡിൽ പാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്തോ കുണ്ടൂർ വിഷൻ്റെ കാലിലോട്ട് തെറിക്കുന്നുണ്ട്. അദ്ദേഹം നോക്കിയപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആളുടെ ബ്ലഡ് റോട്ടിൽ കിടക്കുന്നുണ്ട്. ആ ബ്ലഡിലൂടെയാണ് ഈ ട്രക്ക് പാഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബ്ലഡ് കുണ്ടൂർ വിഷൻ്റെ കാലിലോട്ട് തെറിച്ചിരിക്കുകയാണ്. ഓക്കെ. Tears rushing past over the young man's blood. Vision couldn't stand the sound of the grains of sand being crushed with blood on the road. അപ്പോൾ ആ മനുഷ്യൻ്റെ ബ്ലഡിലൂടെയാണ് ആ ഒരു ട്രക്ക് പാഞ്ഞു പോയിട്ടുള്ളത്. ആ ട്രക്കിൻ്റെ സൗണ്ട്, അത് പോയപ്പോഴുള്ള സൗണ്ട് കുണ്ടൂർ വിഷൻ നോട്ട് ചെയ്തു. ബ്ലഡ് ഈ മണ്ണിലേക്ക് ബ്ലഡായിട്ട് ഈ ബ്ലഡും അതുപോലെ ഈ ചരലും കൂടി ടയറിൻ്റെ അടിയിൽ പെട്ടിട്ട് അവ തമ്മിൽ ഉരസി ഉണ്ടാവുന്ന ഒരു സൗണ്ടൊക്കെ കുണ്ടൂർ വിഷൻ കേൾക്കുന്നത്. പക്ഷേ കുണ്ടൂർ വിഷന് അത് കേട്ടിരിക്കാൻ അവിടെ കഴിഞ്ഞിരുന്നില്ല. He ran up to the young man and pulled his heavy body out of the blood. He stood like a huge shadow before the headlights of the passing vehicle and shouted. കുണ്ടൂർ വിഷൻ ഓടിച്ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി, മരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തിട്ട് ഒരു വലിയൊരു നിഴൽ കണക്കെ വരുന്ന വാഹനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് മീ എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഷൗട്ടൊക്കെ ചെയ്തിട്ട്, രക്ഷിക്കണമെന്ന് ഷൗട്ടൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. റൈസിങ് ഹിസ് ഹാൻഡ് സെവറൽ ടൈംസ് ടു ദ സ്കൈ, ഹെൽപ്പ്, പ്ലീസ് സ്റ്റോപ്പ്, ഹെൽപ്പ്. ആൻഡ് ഹി ബാങ്ക്ഡ് ഓൺ ദ ബോണറ്റ്സ് ആൻഡ് വൈറ്റ് ഷീൽഡ്. കുണ്ടൂർ വിഷൻ അതിൽ പോകുന്ന വെഹിക്കിൾസിൻ്റെ അതിൻ്റെ ബോണറ്റുമിൽ അടിക്കുന്നുണ്ട്. അതിൻ്റെ വൈൻ ഷീൽഡ്, സൈഡ് ഗ്ലാസ്, അതിന്മേലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുണ്ടൂർ വിഷൻ ജസ്റ്റ് അടിക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ അതിൽ കടന്നു പോകുന്നുണ്ട്, കാറായിട്ടും മറ്റേതായിട്ടൊക്കെ. ആരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. The man who ran the തട്ടുകട powdered the water in the samovar and shut the shop. Smiling contemptuously, he said. അപ്പോൾ ആ ഒരു തട്ടുകട നടത്തുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സമോവറിലുള്ള വെള്ളമൊക്കെ റോട്ടിലോട്ട് ഒഴിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം കട അടക്കാൻ പോകണം. അദ്ദേഹം ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചിരിക്കുന്നത്? കണ്ടംപ്റ്റുവസ്ലി, വിച്ച് മീൻസ് വളരെയധികം പരിഹാസപൂർവ്വം ചിരിച്ചിട്ട് പറയാണ്, ദിസ് ഈസ് എ യൂഷ്വൽ സൈറ്റ് ഹിയർ, ബട്ട് ഇഫ് യു ഇൻസിസ്റ്റ് ഐ ക്യാൻ ഓർഗനൈസ് എ വെഹിക്കിൾ അപ് ടു ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇതിവിടെ ഒരു സാധാരണ കാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാനൊരു ജീപ്പ് അറേഞ്ച് ചെയ്ത് തരാം മെഡിക്കൽ കോളേജിലോട്ട്. യു വിൽ ഹാവ് ടു പേ ദ ഫെയർ. പക്ഷേ നിങ്ങൾ എന്നെ ക്യാഷ് കൊടുക്കണമെന്ന് ആ തട്ടുകടക്കാരൻ കുണ്ടൂർ വിഷനോട് പറയാണ്. സെയിങ് ദർ ഇസ് നോ വേ ഹി കുഡ് അക്കമ്പനി ഹിം, ഹി വീൽഡ് ദ ഷോപ്പ് അവേ ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ദ ഡാർക്ക്നെസ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം നടന്ന് ഇരുട്ടിലോട്ട് മറഞ്ഞു. എനിക്ക് നിങ്ങളുടെ കൂടെ വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുണ്ടൂർ വിഷനെ അവിടെ തനിച്ചാക്കിയിട്ട് അദ്ദേഹം ഇരുട്ടിലോട്ട് മറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു തട്ടുകട നടത്തിയിരുന്ന ആ ഒരു ഉന്തുവണ്ടിയും ആയി ഇരുട്ടിലോട്ട് മറഞ്ഞു. With the next 10 minutes a jeep arrived, refusing even to touch the twisted, dangling dead of the young man. The driver said himself in a hurry, "This place is Komala, the mouth of hell," Vishen said to himself over and over again. All on a sudden, a middle-aged man come running in with a bag under his attempt. ആ സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞേക്ക് ഒരു ജീപ്പ് അവിടെ വന്ന് നിന്നു. അദ്ദേഹം ജീപ്പിൻ്റെ ഡ്രൈവർ ആക്ച്വലി ആ ബോഡി എടുത്ത് വണ്ടിയിലോട്ട് കയറ്റാൻ വരെ സഹായിക്കുന്നില്ല. അദ്ദേഹം ആ ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് ഭയങ്കര ഹറിയാണ്. അപ്പോൾ കുണ്ടൂർ വിഷൻ ആലോചിക്കുന്നുണ്ട്, ഇത് കൊമാല തന്നെ, മരണത്തിൻ്റെ വായ, മൗത്ത് ഓഫ് ഹെല്ലാണത് ഈ ഒരു സ്ഥലം. അദ്ദേഹത്തോട് തന്നെ കുണ്ടൂർ വിഷൻ ഒരു സോളിലോക്കി, ഒരു ആത്മകഥം പോലെ അതിങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഓടി വന്നു. ഒരു ബാഗ്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ഓടി വന്നിട്ട്
I will come with you. പറയാണ്, I will come with you, he said. Vishen couldn't take it. He felt cold within. There are certain spaces left in Kamala that there are not yet dried up, he thought. Without bothering to wait for Vishen's permission, the man got into the jeep and sat down. അപ്പോൾ ആ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള മനുഷ്യൻ പെട്ടെന്ന് വന്നിട്ട് ഞാനും വരുന്നുണ്ട്. ആ സമയത്ത് കുണ്ടൂർ വിഷൻ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഒരു മനസ്സിനൊരു തണുപ്പൊക്കെ തോന്നാണ്, ഒരു ആശ്വാസം തോന്നാണ്. കാരണം ഇപ്പോഴും ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള കൊമാല പോലെ തോന്നിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോഴും ഒരുപാട് ഇങ്ങനെയുള്ള നന്മയുള്ള ആളുകളുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. കുണ്ടൂർ വിഷൻ്റെ പെർമിഷന് കാത്തു നിൽക്കാതെ ആ മനുഷ്യൻ ജീപ്പിലോട്ട് ചാടി കയറിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ജീപ്പിൽ ഇപ്പോൾ ആ ഒരു മനുഷ്യനുണ്ട്, കുണ്ടൂർ വിഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ മടിയിൽ ആ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആളുണ്ട്, ഡ്രൈവർ മുമ്പിൽ ഉണ്ട്, ജീപ്പ് ഓടിക്കുകയാണ്. Along the way, the middle-aged man spoke about the circumstances leading to the accident, the address of the young man, and so on. ആ വഴിയിലുടനീളം ജീപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലുടനീളം എന്ത് സംഭവിക്കുന്നുണ്ട്? ആ മിഡിൽ ഏജ് മാൻ ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ആ അല്ലെങ്കിൽ മരണപ്പെടാൻ പോകുന്ന ആ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള അയാളുടെ അഡ്രസ്സുകാർ പറയുന്നുണ്ട്. ഈ വന്ന മിഡിൽ ഏജ് ആയിട്ടുള്ള ആ മനുഷ്യൻ പറയുന്നുണ്ട്. ആൻഡ് ഹി ഡിഡ്ന്റ് ഫോർഗെറ്റ് ടു ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത് വിഷൻ. അദ്ദേഹം വിഷനെ കൂടി പരിചയപ്പെടാൻ മറക്കുന്നില്ല, വിഷനെ കൂടി പരിചയപ്പെടാണ്. ഹി ഹാഡ് വാച്ച്ഡ് ന്യൂസ് ടൈം ബട്ട് ഹി ഡിഡ്ന്റ് ഗെറ്റ് ഇൻ ടു ദോസ് തിങ്സ്. ഹി വാസ് ആങ്സിയസ് അബൌട്ട് വെദർ വിഷൻ വുഡ് ബി ഡെയർ ഓർ ലീവ്. അപ്പോൾ ഈ ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആക്ച്വലി അദ്ദേഹം കുണ്ടൂർ വിഷൻ്റെ ആ ഒരു ന്യൂസ് ടൈമൊക്കെ കണ്ടിരുന്നു, കുണ്ടൂർ വിഷൻ്റെ ആ ഒരു ഇഷ്യൂ ഒക്കെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കുണ്ടൂർ വിഷൻ മരിക്കോ ജീവിക്കോ എന്നുള്ളത് അറിയാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇൻ ദ ടോർമെൻറ്റ് ഓഫ് ട്രൈങ് ടു ഡ്രൂ ഇൻ ബ്രീത്ത് ദ യങ് മാൻസ് ബോഡി സ്ട്രെച്ച്ഡ് ആൻഡ് ബെൻഡ്. അപ്പോൾ ശ്വാസം എടുക്കാനുള്ള ഒരു ടോർമെൻറ്റ്, ആ ഒരു യാതന, ആ ഒരു പ്രയാസത്തിൽ ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആളുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാണ്, അതുപോലെ വളയാണ്, പിറകിലോട്ടൊക്കെ വളയാണ്, അത്രയും ശ്വാസം കിട്ടുന്നില്ല. വിഷൻ pressed hard on his chest and rubbed his feet warm. His body was swaying over earth. He wanted to say something. കുണ്ടൂർ വിഷൻ അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ അമർത്തി കൊടുക്കുന്നുണ്ട്, കാലിൻ്റെ അടി ചൂടാക്കി തിരുമ്മി കൊടുക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ്റെ ബോഡി മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്, ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആൾക്കെന്തോ പറയാനുണ്ട്, പക്ഷെ അദ്ദേഹത്തിനൊന്നും ശ്വാസം എടുക്കാൻ കൂടി കഴിയുന്നില്ല. Suddenly, the middle-aged man told the driver, "Please stop here. I have to get down." പെട്ടെന്ന് ആ ഒരു മനുഷ്യൻ, മിഡിൽ ഏജ്ഡ് മാൻ പറയാണ്, ഡ്രൈവറോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാണ്. The jeep came to a halt. The man picked up his bag, thrust it under his armpit and leaped down. "Sorry," he said, "see that light over there? That's my house." അത് പറഞ്ഞിട്ട് അയാൾ ജീപ്പ് അവിടെ നിർത്തി. അയാൾ ജീപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാഗ് അദ്ദേഹത്തിൻ്റെ ആർംപിറ്റ് കക്ഷത്തിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, "സീ ദാറ്റ് ലൈറ്റ് ഓവർ ദർ? ആ ലൈറ്റ് കണ്ടോ, അതാണ് എൻ്റെ വീട്. ഓൺ ദ ഹൈവേ ഐ വാസ് desperately trying to find a vehicle when I saw this jeep. Because you took me in, I have reached here comfortably. Thank you. Good night." അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഇവിടെ വണ്ടി കാത്തിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ വണ്ടി വന്നുകൊണ്ട് എനിക്കൊരു വാഹനം കിട്ടി, നിങ്ങൾ നിർത്തിയോണ്ടൊരു വാഹനം കിട്ടി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. Okay, he walked into the darkness. How quickly our calculations go wrong, wondered Vishen. The mind is an innocent mason. കുണ്ടൂർ വിഷൻ ആലോചിക്കുകയാണ്, എത്ര പെട്ടെന്നാണ് നമ്മളുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റുന്നത്. നമ്മുടെ മനസ്സ് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മാസൻ, ഒരു ആശാരിയെ പോലെയാണ്. കാരണം ഓരോരോ കാര്യങ്ങൾ മാറ്റി പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട്. വിത്ത് ഹൗ മച്ച് റെസ്പോൺസിബിലിറ്റി ഡിഡ് ഇറ്റ് ബിൽഡ് അപ്പ് എ ഫാൻസി വിത്ത് ബ്രിക്സ് ഓഫ് വിർച്യു അറൗണ്ട് എ മാൻ യു മെറ്റ് ഓൺലി എ ഫ്യൂ മിനിറ്റ്സ് എഗോ. നമ്മളൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ നമ്മൾ ഒരിക്കലും അയാൾ വിലയിരുത്തരുത്. കാരണം പറയുന്നുണ്ട്, ബട്ട് ഈവൻ ബിഫോർ യു കുഡ് റിലീസ് ഇറ്റ്സ് ബ്യൂട്ടി ഡിഡ്ന്റ് ഗോ ടു പീസസ് ലൈക്ക് ആൻ അബ്സല്യൂട്ട്ലി വീക്ക് സ്റ്റോൺ ഹീപ്പ്. യു കുഡ് ദെൻ എയ്തർ ക്രൈ ഓർ laugh. Vishen, however, felt like laughing. He laughed silently till his eyes welled up. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം പറയാണ്. ഏതൊരു മനുഷ്യനെ കണ്ടാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ മേലിൽ ഒരു മതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒരു ബ്രിക്ക്, ഒരു നന്മ കൊണ്ടുള്ള മതിൽ. ഈ മനുഷ്യൻ നല്ലതാണ് എന്നുള്ള രീതിയിൽ നന്മ കൊണ്ടുള്ള ഒരു മതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതിനെ ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചീട്ടുകൊട്ടാരം പോലെ, ഒരു ചില്ലുകൊട്ടാരം പോലെ അത് എന്ത് ചെയ്യും, തകർന്നടിയും. ആ ഒരു മതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മതിലാകുന്ന ആ ഒരു കാഴ്ചപ്പാട് തകർന്നടിയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിരിക്കണോ കരയണോ എന്നൊക്കെ തോന്നും.
വിഷൻ ഇവിടെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം ആകെ ചീർത്തിരിക്കുന്നുണ്ട്. കരയാൻ അദ്ദേഹത്തിന് കരച്ചിലൊക്കെ വരുന്നുണ്ട്. The young man's lips parted gently. The faint gum of saliva was stuck on their edges. Through them his teeth could be seen. The pupils of his eyes stretched backwards. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് പറ്റി കുണ്ടൂർ വിഷൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ ലിപ്പ്, ചുണ്ടുകൾ പതിയെ തുറക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സലൈവ, തുപ്പലേക്ക് അതിൻ്റെ ഉമിനീരോട് കൂടി അതൊരു പശ പോലെ ആയിട്ടുണ്ട്. അതിങ്ങനെ ഈ ചുണ്ട് തുറന്ന സമയത്ത് രണ്ട് സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണികളെല്ലാം കണ്ണിൻ്റെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഹി വാസ് ഓവർകം ബൈ ദ വൈറ്റ്നസ് ഓഫ് ഡെത്ത്. അദ്ദേഹം ആ ഒരു മരണത്തിൻ്റെ ആ ഒരു വൈറ്റ്നസ്, ആ ഒരു കോൾഡ്നെസ്, ആ ഒരു ചിൽനെസ്, ആ ഒരു തണുപ്പ്, മരവിപ്പ്, അത് ആ ശൂന്യത, അത് ഓവർകം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സ്റ്റോപ്പ്. വിഷൻ ടച്ച് ദ ഡ്രൈവേഴ്സ് ഷോൾഡർ. ദ ഡ്രൈവർ സ്റ്റെപ്ഡ് ഓൺ ദ ബ്രേക്ക് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. കുണ്ടൂർ വിഷൻ ഡ്രൈവറുടെ ഷോൾഡറിൽ തട്ടിയിട്ട് പറയാണ് സ്റ്റോപ്പ് ചെയ്യാൻ. ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്യുന്നു. അദ്ദേഹം കുണ്ടൂർ വിഷനെ നോക്കുന്നു. കുണ്ടൂർ വിഷൻ പറയുന്നു എന്ത്, ഹീ ഈസ് ഗോയിങ് ടു ഡേ. വിഷൻ സ്റ്റെപ്ഡ് ഔട്ട്. ഷുഡ് ഗിവ് ഹിം സം വാട്ടർ. അദ്ദേഹം മരിക്കാൻ പോവാണ്. കുണ്ടൂർ വിഷൻ അത് പറഞ്ഞ് ജീപ്പിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നു. കുറച്ച് വെള്ളം കൊടുക്കണ്ടേ? കുണ്ടൂർ വിഷൻ വെള്ളം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നു. ആ സമയത്ത് ദ ഡ്രൈവർ പിക്ഡ് അപ്പ് ദ ബോട്ടിൽ കെപ്റ്റ് ഇൻ ദ വെഹിക്കിൾ ആൻഡ് ഹെൽഡ് ഇറ്റ് upside down to show that there was not a single drop left. Vision took the bottle and walked. The driver parked the jeep. ജീപ്പ് നിർത്തിയ സമയത്ത് കുണ്ടൂർ വിഷൻ ഇറങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഡ്രൈവർ ഒരു കുപ്പി എടുത്തിട്ട് കാണിക്കുകയാണ്. എന്നിട്ട് മൂടിയൊക്കെ തുറന്നിട്ട് ആ കുപ്പി തല കീയായിട്ട് പിടിച്ച് കാണിക്കുകയാണ്. എന്തിന്? അതിലൊരു വിറ്റ് വെള്ളം കൂടി ഇല്ലയെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പി, ആ ഒരു ബോട്ടിൽ കുണ്ടൂർ വിഷൻ വാങ്ങിയിട്ട് അദ്ദേഹം വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്ത് ഡ്രൈവർ വണ്ടി ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്യാണ്. വിഷൻ സോ സെവറൽ ട്രീസ് സ്റ്റാൻഡിങ് ഓൾ ടോൾ ഇൻ ദ ഡാർക്ക്. നോക്കിയ സമയത്ത് വലിയ വലിയ മരങ്ങൾ ഇരുട്ടിൽ നിൽക്കുന്നത് കുണ്ടൂർ വിഷൻ കാണുന്നു. സഡൻലി മൂൺലൈറ്റ് ഫെൽ ഡൗൺ ദം. പെട്ടെന്ന് മൂൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ട് അവിടെയെല്ലാം പരക്കുന്നു. ആൻഡ് എ കൂൾ ബ്രീസ് ബ്ലോയിസ്. തണുത്ത കാറ്റടിക്കുന്നു. ആസ് ഹി വാക്ക്ഡ് ഡൗൺ ദ സ്ലോപ്പ് ഹി സെൻസ്ഡ് ദ മൂവ്മെൻറ്റ് ഓഫ് എ വാട്ടർ ബോഡി സംവെയർ അമംഗ് ദ ട്രീസ്. കുറച്ചിങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ എവിടെ നിന്നോ വെള്ളം ഒഴുകി വരുന്നൊരു സൗണ്ട് കുണ്ടൂർ വിഷൻ കേൾക്കാന്ന്. ഈ ഫ്ലോഡ് ലൈക്ക് എ ഷീറ്റ് ഓഫ് ഗ്ലാസ് ഓവർ ദ ടെൻഡർ ബോൾഡേഴ്സ്. വലിയ വലിയ പാറ കഷ്ണങ്ങൾക്ക് മുകളിൽ കൂടി ഒരു ഗ്ലാസ് പതിയെ മെല്ലെ നമ്മൾ ഉരുട്ടി വിട്ട എങ്ങനെയാണ് അതുപോലെ വെള്ളം ഒഴുകുന്ന ശബ്ദം കുണ്ടൂർ വിഷൻ കേൾക്കാണ്. ഹിറ്റിംഗ് ദ വൈൽഡ് ക്രീപ്പേഴ്സ് ആൻഡ് വെറ്റിംഗ് ദ ടിപ്സ് ഓഫ് ദ ലീവ്സ്. അപ്പോൾ ആ വെള്ളം എങ്ങനെ ഒഴുകി പോകുന്നത്? വൈൽഡ് ക്രീപ്പേഴ്സ്, കാട്ടുവള്ളികളെയൊക്കെ ഇടിച്ചിട്ട് ഇലകളുടെ ഈ ടിപ്പ്, അതിൻ്റെ അറ്റത്തൊക്കെ വെള്ളം തട്ടിച്ചിട്ട് ആ അരുവി ഒഴുകി ഇങ്ങനെ പോവാണ്. ഫോർ ദ സേക്ക് ഓഫ് ദി സ്റ്റേയിങ് യങ് മാൻ. ഈ അരുവി ഒഴുകുന്നത് പാർക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന് കുണ്ടൂർ വിഷൻ ആലോചിക്കുകയാണ്. ഹി ടു ലൈക്ക് മീ ട്രാവൽഡ് ടു ഹൂ നോസ് വിച്ച് പ്ലേസ് വിഷൻ തോട്ട്. ആ സമയത്ത് കുണ്ടൂർ വിഷൻ ആലോചിക്കുകയാണ്, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ എൻ്റെ പോലെ ആയിരുന്നല്ലോ. അദ്ദേഹവും ഒരുപാട് അവിടെ ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ടോക്ഡ് ടു സെവറൽ പീപ്പിൾ. ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ടാവും. ലോസ്റ്റ് ആൻഡ് വെപ്റ്റ് ആൻഡ് വോൺ ആൻഡ് റിജോയ്സ്ഡ്. നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാവും. വിജയിച്ചിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം റിജോയ്സ്, ആഹ്ലാദിച്ചിട്ടുണ്ടാവും. ലവ്ഡ് ആൻഡ് ഹേറ്റഡ് ആൻഡ് ഫെൽ ആൻഡ് ഗോഡ് ടു ഹിസ് ഫീറ്റ്. പലരാലും സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവും, പലരാലും വെറുക്കപ്പെട്ടിട്ടുണ്ടാവും, പലരെയും വെറുക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എണീക്കുകയും വീഴുകയും ചെയ്തിട്ടുണ്ടാവും. ഹി കുക്ക്ഡ് ഹിസ് ഓൺ ബോഡി ഇൻ ദ ഓയിൽ ഓഫ് ഡിസയർ ആൻഡ് വാഷ്ഡ് ഇറ്റ് ക്ലീൻ എക്സൈറ്റ്മെൻറ്റ്സ്. ഈ മരിക്കാനാകുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുണ്ടൂർ വിഷൻ ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ബോഡിയെ കുക്ക് ചെയ്യാണ്. എവിടെ? ഓയിൽ. എന്തിൻ്റെ ഓയിലാണ്? ഡിസയർ. ആക്ച്വലി അദ്ദേഹം പറയുന്നത് കുറച്ച് ഫിലോസഫിക്കലായിട്ടാണ്. എക്സൈറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റേജാണ്, വിസർജ്യങ്ങൾ. അപ്പോൾ തൻ്റെ മൈൻഡിലുള്ള വിസർജ്യങ്ങളും വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആക്ച്വലി മോഹങ്ങളുടെ ഒരു ഓയിൽ, മോഹങ്ങളിൽ ആക്ച്വലി എന്ത് ചെയ്യാണ്, ആ ഒരു ബോഡിയെ ബോയിൽ ചെയ്ത് പുഴുങ്ങിയെടുക്കുകയാണ്. ഓക്കെ, മോഹങ്ങളുടെയും മോഹഭങ്ങളുടെയും നമ്മുടെ ഡിസയറുകളുടെയും വിഷസിൻ്റെയും ഒക്കെ ഒരു കിണറിൽ നമ്മൾ കുളിക്കുന്ന പോലെയാണത്. ഹൗ മെനി പീപ്പിൾ ഡിസ്കസ്ഡ് ചെയ്യും. ഒരുപാട് ആളുകൾ ഈ മനുഷ്യനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. കണ്ടക്റ്റഡ് ഒപ്പീനിയൻസ് പോൾ. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെക്കുറിച്ച് പോളിംഗ് നടത്തിയിട്ടുണ്ടാവും. ഓൾ ദാറ്റ് ടൈം വട്ട് ഹി വാസ് ഇൻ സെർച്ച് ഓഫ്. പക്ഷെ ആ സമയത്തൊക്കെ ഈ മനുഷ്യൻ്റെ ആത്മാവ്, അന്തരാത്മാവ്
അന്വേഷിക്കുന്നത് എന്തായിരിക്കാം? അൺഅവേഴ്സ്, ആർക്കും അറിയാതെ, were just 2 drops of water from this little stream where I have immersed my toes. പക്ഷെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് 2 തുള്ളി വെള്ളം അന്വേഷിച്ചാണ് നടന്നിട്ടുണ്ടാവുക. കാരണം അദ്ദേഹം മരിക്കുന്നത് ഇങ്ങനെയൊരു സിറ്റുവേഷനിലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഓൾറെഡി അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ അന്വേഷിച്ച് നടക്കുന്നത് 2 തുള്ളി വെള്ളം മാത്രമാണ്. എവിടെ? ഞാനിപ്പോൾ എൻ്റെ ടോസ്, എൻ്റെ വിരലുകളെല്ലാം മുക്കി വെച്ചിരിക്കുന്ന, താഴ്ത്തി വെച്ചിരിക്കുന്ന ഈ ഒരു അരുവിയിലുള്ള 2 തുള്ളി വെള്ളമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അന്വേഷിച്ചിട്ടുണ്ടാവുക. ഓൾ ഹിസ് തേഴ്സ്റ്റ് ഈസ് എൻഡിങ് ഹിയർ. അദ്ദേഹത്തിൻ്റെ എല്ലാ തേഴ്സ്റ്റും, എല്ലാ ദാഹവും ഇവിടെ അവസാനിക്കാൻ പോകുന്നു. വിഷൻ വെറ്റഡ് ദ യങ് മാൻസ് ലിപ്സ് വിത്ത് 2 drops ഓഫ് വാട്ടർ. 2 തുള്ളി കൊണ്ട് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ ചുണ്ടിലോട്ട് 2 തുള്ളി വിഷൻ ഉറ്റിച്ചു കൊടുക്കുന്നു. ആൻഡ് പിക്ഡ് അപ്പ് ഹിസ് ഡേഞ്ചറിങ് ഹാൻഡ്സ് ആൻഡ് പ്ലേസ്ഡ് ദം അക്രോസ് ഹിസ് ചെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കുഴിഞ്ഞു വീണ് കിടക്കുന്ന ആ 2 കൈകൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ ക്രോസ് ചെയ്തിട്ട് ആര് വെക്കാണ്? കൊണ്ടൊരു വിഷൻ വെക്കാണ്. ഹി ഡൈഡ്. അദ്ദേഹം മരിച്ചു പോവാണ്. ദ ഡ്രൈവർ ഹു ഹാഡ് ബീൻ ഇൻഡിഫറൻറ്റ് ടിൽ ദെൻ was shaken in the face of death. Vision dug the rest of the water in the bottle. അപ്പോൾ ആ സമയത്ത് ഇതുവരെ കാര്യങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന, ഇൻഡിഫറൻറ്റ് മീൻസ് ഒരു മൈൻഡും കൊടുക്കാതിരുന്ന ആ ഒരു ജീപ്പിൻ്റെ ഡ്രൈവർ മരണം കണ്ടപ്പോൾ അദ്ദേഹം നെട്ടാണ്. മരണത്തിന് മുമ്പിൽ അദ്ദേഹവും നെട്ടിപ്പോകുന്നുണ്ട്, പേടിച്ചു പോകുന്നുണ്ട്. വിഷൻ ഡ്രാങ്ക് ദ റെസ്റ്റ് ഓഫ് ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ബാക്കിയുള്ള വെള്ളം ഒക്കെ വിഷൻ കുടിക്കുകയാണ്, കൊണ്ടൊരു വിഷൻ കുടിക്കുകയാണ്. ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ ഡെപ്റ്റർ. കൊണ്ടൊരു വിഷൻ അതിനുശേഷം ചിന്തിക്കുകയാണ്, ലോകത്തുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ. എന്തിനെക്കുറിച്ച്? യഥാർത്ഥത്തിൽ എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ ഡെപ്റ്റർ. എല്ലാ മനുഷ്യരും ഒരു കടക്കാരനാണ്. ഹി വാക്ക്ഡ് ത്രൂ ദ കൂൾ ബ്രീസ്. ആ തണുത്ത അന്തരീക്ഷത്തിൽ, ആ തണുത്ത ഇളംകാറ്റിലൂടെ കൊണ്ടൊരു വിഷൻ മുന്നിലോട്ട് നടക്കുകയാണ്. മൈ ഡെപ്റ്റ് വാസ് 2 drop ഓഫ് വാട്ടർ. കൊണ്ടൊരു വിഷൻ ചിന്തിക്കുകയാണ്, എൻ്റെ കടം എന്തായിരുന്നു? 2 തുള്ളി വെള്ളമായിരുന്നു എൻ്റെ കടം. ഐ ഹാവ് റിപ്പേർഡ് ഇറ്റ്. ഞാനത് വീട്ടി. Then it occurred to him that the threat of suicide displayed in front of his house was a huge absurdity. ആ സമയത്ത് കൊണ്ടൊരു വിഷനെ മനസ്സിലാക്കുകയാണ്, തൻ്റെ വീടിൻ്റെ മുമ്പിൽ താൻ തൂക്കി വച്ചിട്ടുള്ള ആ ഒരു ആത്മഹത്യ ചെയ്യുമെന്നുള്ള ബോർഡ് ഒരു ഹ്യൂജ് അബ്സേർഡിറ്റി, ഒരു ശുദ്ധ അസംബന്ധം, ഒരു ശുദ്ധ വിഡ്ഢിത്തരമായി പോയി എന്ന് കൊണ്ടൊരു വിഷൻ മനസ്സിലാക്കുകയാണ്. ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഓഫ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് തന്നെ അത് എടുത്തു മാറ്റണം എന്ന് ആരും മനസ്സിലാക്കുകയാണ്? കൊണ്ടൊരു വിഷൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എ പിക്ചർ, എ തീം, എ മെസ്സേജ് ഫ്രം ദിസ് പർട്ടിക്കുലർ ഷോർട്ട് സ്റ്റോറി കോൾഡ് Kamala. All of you must have a summary with your notebook, a summary in your mind. Okay, ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ബൈ.